പ്രൈസ് ഗാഡ്. മക്കളെ സുഖമല്ലേ? സന്തോഷമല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. മക്കളെ എന്നെ നോക്കിയേ, ഇന്ന് സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ സാധനം കയ്യിലുണ്ട്. ഒരു ഗിഫ്റ്റാണ്. ഓക്കെ, ഒരു ഗിഫ്റ്റാണ്. നിങ്ങൾ സിസ്റ്ററിന് പറഞ്ഞു തരണം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗിഫ്റ്റ് ബോക്സിനകത്തിൽ എന്താണെന്ന്. ഓക്കെ, ക്ലൂ തരാം, പേടിക്കണ്ട. സിസ്റ്റർ ക്ലൂ തരാം. അപ്പം നോക്കാം നമുക്ക് എത്രമാത്രം നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്ലൂ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കത്തി. ഒരു കത്തി. ഒരു സർജൻ്റെ കയ്യിൽ, ഡോക്ടറിൻ്റെ കയ്യിൽ കത്തി കിട്ടിയാൽ ഒരു രോഗിയെ രക്ഷിക്കും, അയാളുടെ ജീവൻ രക്ഷിക്കും. എന്നാൽ ഒരു കൊലപാതകിയുടെ കയ്യിൽ കിട്ടിയാലോ, ആ കത്തി കൊണ്ട് ജീവൻ അപഹരിക്കും. എന്നാൽ അതേ കത്തി സിസ്റ്ററിൻ്റെ കയ്യിൽ കിട്ടിയാൽ, അശ്രദ്ധമായി പെരുമാറിയാൽ സിസ്റ്ററിൻ്റെ കൈ മുറിയും. അതുപോലുള്ള ഒരു സാധനമാണ് ഇതിനകത്തിരിക്കുന്നത്. എന്തായിരിക്കും? പിടിയോ? 5 സെക്കൻഡ്. മറ്റൊരു ക്ലൂ പറഞ്ഞുതരാം, അപ്പം മനസ്സിലാകും. ഓക്കെ, ഇതിലിരിക്കുന്ന ആ കുഞ്ഞു സാധനം ഒരു പോക്കറ്റിൽ വെച്ചാൽ പോക്കറ്റിൻ്റെ 1/4 ഭാഗം അതുകൊണ്ട് നിറയും. പിന്നെ ഇച്ചിരി സ്ഥലമേ കാണത്തുള്ളൂ മറ്റു സാധനങ്ങൾ വയ്ക്കാൻ. എന്തായിരിക്കും? ഓക്കെ, കുറച്ച് പേർക്ക് പിടികിട്ടി കാണും. എന്നാൽ ഇനി ഒരു ക്ലൂവും കൂടി പറഞ്ഞുതരാം. ഈ കുഞ്ഞ് യന്ത്രം ലോകം മുഴുവനും ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക. ഓക്കെ, ലോകം മുഴുവനും ഈ കുഞ്ഞ് മെഷീനകത്ത്, കുഞ്ഞ് യന്ത്രത്തിനകത്തുണ്ട്. എന്നാൽ ഒന്ന് സങ്കടം വന്നാൽ ഒന്ന് വിളിക്കാൻ ഒരാൾ പോലും സത്യസന്ധമായി ഈ മെഷീനകത്ത് കാണില്ല. ഏകദേശം പിടികിട്ടി കാണും അല്ലേ? ഏകദേശം പിടികിട്ടി കാണാം. നമുക്ക് തുറന്ന് നോക്കാം. നിങ്ങൾ ഉദ്ദേശിച്ചതാണോ ഇതിനകത്തുള്ളതെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഇത് ഉദ്ദേശം കറക്റ്റായവർ തന്നെത്താനൊന്ന് തോളി തട്ടിയിട്ട് പറഞ്ഞാൽ വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്, തന്നെത്താനൊന്ന് അഭിമാനം കൊണ്ട്. ഓക്കെ ഓക്കെ മക്കളെ, ഇതാണ് ഇന്ന് നമ്മൾ ഉറക്കത്തേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ മൊബൈലിനാണ്. ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇത് ഈ കുഞ്ഞു സുനാപ്പി എടുക്കും. ഓക്കെ, സിസ്റ്റർ ഈ ഇടയ്ക്ക് ഒരു ബുക്ക് വായിച്ചായിരുന്നേ. ബുക്കിൻ്റെ പേര് ഡിജിറ്റൽ വെൽനെസ്. അത് എഴുതിയിരിക്കുന്നത് ജോസഫ് കൂമ്പുക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വളരെ നല്ലൊരു ബുക്കാണ്. ആ ബുക്കിൽ പറയുന്നത് ഒരു ദിവസം ശരാശരി 96 തവണ നമ്മൾ മൊബൈൽ അൺലോക്ക് ചെയ്യും. നമ്മൾ അൺലോക്ക് ചെയ്യില്ലേ, നമ്മളിങ്ങനെ ഫേസ് സ്ക്രീൻ ഇട്ടിട്ടുണ്ട്, ഫിംഗർ പ്രിൻ്റ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു ദിവസം 96 തവണ ശരാശരി ഒരു വ്യക്തി മൊബൈൽ അൺലോക്ക് ചെയ്യും. അതായത് ഓരോ 10 മിനിറ്റ് ഇടവിട്ട് മൊബൈൽ അൺലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊരു വ്യക്തിയാണ്. ഓക്കെ, ഈ പാവ കുഞ്ഞ് ടെഡി ബെയർ ഒരു വ്യക്തിയാണ്. സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 10 മിനിറ്റ് ഇടവിട്ട് ഞാൻ തോണ്ടി വിളിക്കുകയാണ്. ഹലോ 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 നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നു, വർത്തമാനം പറയുന്നു, വീണ്ടും ഞാൻ പോകുന്നു. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഹലോ 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 ഹലോ, ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കൊന്ന് കളിക്കാം, ചിരിക്കാം. സീരിയസ് ആയിട്ട് പുള്ളി ഒരു കാര്യം ചെയ്യുവാണേ. വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തോളിൽ തട്ടി വിളിക്കുന്നു. അങ്ങനെ ഞാൻ ഓരോ 10 മിനിറ്റ് കഴിഞ്ഞ് തോണ്ടി വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ചെയ്യാൻ തുടങ്ങിയ പ്രവൃത്തി വേഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ശ്രദ്ധ കിട്ടുമോ? കിട്ടില്ല അല്ലേ? ഇതുപോലെയാണ് നമ്മുടെ മൊബൈൽ. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ അത് അപഹരിക്കും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയാവോ? ഏകാഗ്രത, ശ്രദ്ധയാണ്. ഈ ഏറ്റവും വലിയ ഒരു കറൻസി നോട്ടിനോട് ഉപമിക്കുക നമ്മുടെ അശ്രദ്ധ. ഓക്കെ, ആ വിലപ്പെട്ട സാധനമാണ് മക്കളെ ഈ കുഞ്ഞു സാധനം ചിലപ്പോൾ നമ്മൾ അപഹരിച്ചെടുക്കുന്നത്. ശ്രദ്ധയില്ലെങ്കിൽ നന്നായി പഠിക്കാൻ പറ്റുമോ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം നമുക്ക് ഏകാഗ്രതയോടെ ചെയ്യാൻ പറ്റില്ല, ചുരുക്കി പറഞ്ഞാൽ അല്ലേ? പഠിക്കാൻ പറ്റില്ല, നമ്മുടെ മികവ് തെളിയിക്കാൻ പറ്റില്ല, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മാക്സിമം എബിലിറ്റി കാണിക്കാൻ പറ്റില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാവും ശ്രദ്ധയില്ലെങ്കിൽ. ഒരു കാര്യം നമ്മൾ ഏൽപ്പിക്കത്തില്ല ഉത്തരവാദിത്തത്തോടെ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ശ്രദ്ധയാണ് ഈ സംവിധാനം, അതായത് മൊബൈൽ അപഹരിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, വിചാരിക്കുക
നിങ്ങളൊരു മുതലാളിയാണ്, കുറേ കാശുള്ള സമ്പന്നൻ. ഓക്കെ, ഒത്തിരി കാശുള്ള സമ്പന്നന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫെറാറി ഉണ്ട്, BMW കാറുണ്ട്, ഒരു ലംബോഗിനി ഉണ്ട്, പിന്നെ അടുത്ത് ഒരു സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്. വിചാരിക്കുക, ലംബോഗിനിക്കും ബ്രേക്കില്ല. ഓക്കെ, അടുത്ത് തന്നെ BMW-നും ബ്രേക്കില്ല, ഹീറോ ഹോണ്ടയ്ക്കും ബ്രേക്കില്ല. ആകെപ്പാടെ ബ്രേക്ക് നന്നായിട്ടുള്ളത്, നല്ല സെറ്റായിട്ടിട്ടുള്ളത് സ്വിഫ്റ്റ് കാറിനാണ്. നിങ്ങൾക്കൊരു ഫങ്ഷന് പോകണം, ഏത് കാർ എടുക്കും? ബ്രേക്ക് ഉള്ളതെടുക്കോ ബ്രേക്ക് ഇല്ലാത്ത കാർ എടുക്കോ? നമ്മൾ ബ്രേക്ക് ഉള്ളതെടുക്കും അല്ലേ. സാധാരണ നമുക്ക് പുറത്ത് വീട്ടിൻ്റെ മുറ്റത്ത് പോലും, എന്ന് വെച്ചാൽ റോഡിൽ, ജസ്റ്റ് പോക്കറ്റ് റോഡിൽ പോലും നമ്മൾ ബ്രേക്ക് ഇല്ലാത്ത ഒരു വണ്ടി കൊണ്ട് പോവില്ല അല്ലേ. സത്യമാണോ? ആണ് അല്ലേ. അപ്പോൾ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി പോലെയാണ് ഈ മൊബൈൽ. കാരണം ഇത് നമുക്ക് നോ അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയണത് ബട്ടൺ ഇപ്പം വരുന്നതിനൊന്നും ഇല്ല അല്ലേ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, നെക്സ്റ്റ് അടിച്ചാലേ വരത്തുള്ളൂ, പ്ലേ ആകത്തുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, അൺഎൻഡിങ് ആണ്. ഒന്ന് തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെയാണ്. ഓട്ടോ പ്ലേ ആണ്, അങ്ങ് വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും ഒരു ബ്രേക്ക് ഒരു സമയം തരത്തില്ല. ഇനി സിസ്റ്റർ എൻ്റെ മൊബൈലിൽ സ്ലീപ്പ് ടൈം അല്ലെങ്കിൽ ടൈം ബ്രേക്ക് ഒക്കെ ഇട്ടാൽ അത് അരമണിക്കൂർ കഴിയുമ്പം കാണിച്ചു തരും. അല്ലെങ്കിലോ അങ്ങ് ഓൺ ആൻഡ് ഓൺ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നോ എന്ന് പറയുന്ന സംവിധാനം ഇല്ല. അതിന് നമ്മുടെ ജീവിതവുമായിട്ട് ഉപമിക്കുമ്പോൾ ബ്രേക്ക് ഇല്ല. അഥവാ ബ്രേക്ക് ഉണ്ടെങ്കിൽ പണ്ട് അപ്പൂപ്പൻ ഉപയോഗിച്ച സൈക്കിളിൻ്റെ ബ്രേക്കാണ് BMW കാറിന് വിചാരിച്ചൊക്കെ പറ്റില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ മക്കളെ, നമ്മുടെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്യുന്ന ലഹരി മരുന്നാണ് ചിലപ്പോഴൊക്കെ മൊബൈൽ. നേരത്തെ ആദ്യം പറഞ്ഞ ഉദാഹരണം നോക്കിയേ, ഒരു സർജൻ്റെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും രോഗികളെ രക്ഷിക്കും, ഉറപ്പ്. എന്നാൽ ഒരു കൊലപാതകിയുടെ കയ്യിൽ കിട്ടിയാലോ എത്ര പേരുടെ ആയിരിക്കും ജീവൻ അപഹരിക്കുന്നത്, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നത്. അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഈ നല്ല പൂ പോലുള്ള കൈയും മുറിക്കും. അപ്പോൾ സാധനത്തിൽ അല്ലെ ആ കത്തിയല്ല പ്രധാനം, കത്തിയിലല്ല വ്യത്യാസം, അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി അനുസരിച്ചിരിക്കും. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ്. വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഇച്ചിരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് തോന്നുന്നവർ ഒന്ന് കൗണ്ട് ചെയ്യണം. രാവിലെ തുടങ്ങി എത്ര തവണയാണ് ഇതുപോലെ അൺലോക്ക് ചെയ്യുന്നത്, എത്ര തവണയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇതിന് അഡിക്റ്റാണ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വരുന്ന അവസ്ഥയാണ് അഡിക്ഷൻ. അപ്പോൾ ചിന്തിച്ചു നോക്കുക, എത്ര തവണയാണ് നമ്മൾ അൺലോക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും കുത്തിയിരുന്ന് ഒന്ന് കൗണ്ട് ചെയ്യണം. അതനുസരിച്ച് നമുക്ക് പ്രാക്ടിക്കൽ ടിപ്സ് എടുത്ത് നമ്മളെ തന്നെ ശരിയാക്കാം. നമ്മുടെ ജീവിതത്തിന് ബെല്ലും ബ്രേക്കും വേണം. ഒരു ലഹരി അഡിക്റ്റായ ഒരു വ്യക്തിയെ പോലെ നമ്മളാകരുത്. അപ്പോൾ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേട്ടെ. മൊബൈൽ കുറച്ചുകൂടി വിവേകത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ചില ടിപ്സുകൾ ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ, ഇതൊന്ന് വായിച്ചേ, ഇതെന്തായിരിക്കും? തിങ്ക്. ഓക്കെ, THINK. ഈ മെത്തേഡ് കൊണ്ടുവന്നത് കാറൽ ഡി മാക്സി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ മെത്തേഡ് ഒന്ന് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, തിങ്കിൻ്റെ ആദ്യ ലെറ്റർ എന്താണ്? T എന്ന് പറയുമ്പോൾ ട്രൂ. ഓക്കെ, നമ്മുടെ കയ്യിൽ മൊബൈലിൽ നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ ഫോർവേഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ മെത്തേഡ് ഒന്ന് മനസ്സിൽ കാണണം. ഓക്കെ, T, ഇത് സത്യമാണോ? ഈ കാണുന്ന കാര്യം സത്യമാണോ? അത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതാണോ? ഓക്കെ, ലൈക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ? ഒന്ന് ചിന്തിക്കാം, ഒരു സെക്കൻഡ് ചിന്തിക്കാം, ട്രൂ ആണോ? ഇനി രണ്ടാമത്തെ എന്താണ്? H ഹെൽപ്ഫുൾ. അപ്പോൾ ഇത് ഞാൻ ഫോർവേഡ് ചെയ്താൽ ആ കിട്ടുന്ന ആൾക്ക് ശരിക്കും ഇത് സഹായിക്കുമോ? ഞാനിത് കാണുമ്പോൾ എന്നെ മാനസികമായിട്ട്, ആത്മീയമായിട്ട്, സാമൂഹ്യമായിട്ടൊക്കെ ഈ സംഭവം സഹായിക്കുമോ? 1 മണിക്കൂർ, അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഇരുന്ന് കാണുന്ന ഈ സാധനം എന്നെ സഹായിക്കുമോ? ഓക്കെ, അപ്പോൾ THI. ഇനി അടുത്ത എന്താ അക്ഷരം? I അല്ലേ. I ഇൻസ്പയറിങ്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതാണോ? പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറച്ചുകൂടി എനർജറ്റിക് ആക്കാൻ, ഉഷാറാക്കാൻ ഈ കാണുന്ന കാര്യം, ഫോർവേഡ് ചെയ്യുന്ന കാര്യം സഹായിക്കുമോ എന്ന് നമുക്ക് ചിന്തിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. I. ഇനി N മീൻസ് എന്താ? നെസസറി. അത്യാവശ്യമുള്ള കാര്യമാണോ? ഓക്കെ, അത്യാവശ്യമുള്ള കാര്യമാണോ ഈ കാണുന്നത്, ഈ ഫോർവേഡ് ചെയ്യുന്നത്? ചിന്തിക്കുക. അപ്പോൾ മക്കളെ, എന്താ ആ മെത്തേഡ്?
തിങ്ക്. ഇതാരാ കൊണ്ടുവന്നത്? കാൾ ഡി മാർക്സി. അത് ടി എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ, സത്യമാണോ. അടുത്ത അക്ഷരം എച്ച്, ഹെൽപ്ഫുൾ ആണോ, സഹായിക്കാൻ പറ്റുമോ. അടുത്ത THI, ഇൻസ്പയറിംഗ് ആണോ. എൻ, നെസസറി ആണോ. ഇനി ലാസ്റ്റ് വേർഡ് എന്തായിരിക്കും? കെ. കെ അല്ലേ? കെ. കൈൻഡ് ആണോ, ദയുള്ളതാണോ, അതോ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണോ, വെറുപ്പിക്കുന്നതാണോ, നെഗറ്റീവ് എനർജി കൊടുക്കുന്നതാണോ, അതോ അദ്ദേഹത്തെ സ്മൈൽ ചെയ്യിപ്പിക്കോ. അപ്പോൾ അതൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇനി ഈ കാൾ ഡി മാർക്സി പറയണത് ഈ തിങ്കിൽ ഈ നമ്മളിപ്പം ചിന്തിച്ചില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നോ ആണ് തോന്നുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർവേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പറയുന്നത് എന്താണ്? ട്രൂ അല്ല, അല്ലെങ്കിൽ സത്യമല്ല, ദയയല്ല, ഇൻസ്പയറിംഗ് അല്ല, നെസസറി അല്ല എന്ന് അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നോ ആണ് മനസ്സിൽ തോന്നണമെങ്കിൽ നമ്മൾ കാണരുത്. ഓക്കെ, അപ്പം അത് നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് ചെയ്തൂടെ? ചെയ്യില്ലേ? ചെയ്യാം. ഇനി അടുത്തൊരു മെത്തേഡ് മക്കളെ, അൺഫോളോ എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ അൺഫോളോ ചെയ്യണം. നമ്മളൊന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താ അത് നമ്മുടെ മൊബൈലിൽ നിന്ന്, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡീആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, കാരണം നെഗറ്റിവിറ്റി കൂടുമ്പോൾ നമ്മുടെ സങ്കടവും നമ്മുടെ എനർജിയാണ് ലെവല് താഴോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് മനസ്സിലായോ? ഒന്നാമത്തത് തിങ്ക് എന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. രണ്ടാമത്തത് അൺഫോളോ, നമുക്ക് വേണ്ടാത്ത വ്യക്തികളുടെയും നമുക്ക് നെഗറ്റീവ് തരുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ അൺഫോളോ ചെയ്യണം. ഓക്കെ, മൂന്നാമത്തത് നോട്ടിഫിക്കേഷൻസ് സൈലൻറ്റിലിടണം, നിശബ്ദമാക്കണം. ഓക്കെ, വോളിയം ഇടരുത്. അപ്പോൾ ചിലരുടെ പ്രശ്നം, എല്ലാവരുടെയും ഇല്ല, ചിലവർക്ക് ഒരു ടിങ് ടിങ് എന്ന് പറഞ്ഞുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ ശ്രദ്ധ മാറി അത് കണ്ട് അതെന്താണെന്ന് നോക്കാതെ ഒരു സമാധാനം കിട്ടത്തില്ല. ഓക്കെ, ഓടിപ്പോയി നമ്മളിപ്പോൾ അമ്മ വിളിക്കുമ്പോൾ എന്തോ എന്ന് പറഞ്ഞ് പോകുന്നത് പോലെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓടി വന്ന് അത് നോക്കുന്നു, ജസ്റ്റ് നോക്കുന്ന അദ്ദേഹത്തിൻ്റെ ആണോ, പിന്നെ നമ്മൾ മറുപടി കൊടുക്കുന്നു, ലാലല ലലല, സമയം വീണ്ടും പോകുന്നു. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് സൈലൻ്റ് ആക്കുക. ഇനി പഠിക്കുന്ന മക്കളാണ്, കുറച്ച് സ്വപ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ നോട്ടിഫിക്കേഷൻസും സൈലൻ്റ് ആക്കുക മാത്രമല്ല, ഒരു 25 മിനിറ്റ് ഒക്കെ പഠിക്കുന്ന സമയം, ഓക്കെ, ഒരു 25 മിനിറ്റെങ്കിലും ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കണം. ഓക്കെ, ഇതുപോലെ അങ്ങ് ഒളിപ്പിച്ച് വെച്ചേക്കണം. ചിലപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് ഈ ടെൻഡൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായോ? അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ എത്ര മെത്തേഡ് പറഞ്ഞു തന്നു? മൊബൈല് വിവേകത്തോടെ ഉപയോഗിക്കാൻ എത്ര മെത്തേഡ് പറഞ്ഞു തന്നു? ഒന്ന് തിങ്ക്, രണ്ടാമത്തെ അൺഫോളോ ചെയ്യണം ചില ആപ്ലിക്കേഷൻസ്, മൂന്നാമത്തതോ നമ്മൾ സൈലൻസിലിടണം. ഇനി നാലാമത്തെ ഒരു നിർദ്ദേശം, ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. എന്താ? ഒരു സമയം ഒരു കാര്യം. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ നമുക്കൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട്, മൊബൈലിൽ എന്തെങ്കിലും കോമഡി കാണുക, ഗെയിം കാണുക, എന്തെങ്കിലും കണ്ട് കഴിക്കുക. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഭക്ഷണം കണ്ടൻറ്റ് കൂടുതൽ പോവും, മതിയാക്കാൻ തോന്നത്തില്ല, അത് നല്ലൊരു രീതിയല്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം ആസ്വദിക്കണം. എന്നാൽ കറിക്ക് എരിവുണ്ട്, അല്ലെ എരിവില്ല, പുളിപ്പാണ്, നല്ലതാണ്, ടേസ്റ്റി ബഡ്സൊക്കെ ഒന്ന് ആക്റ്റീവ് ആകട്ടെ, നമ്മളത് തിരിച്ചറിയണം. ഓക്കെ, ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ മാറ്റി വയ്ക്കണം. ഇനി പ്രകൃതിയെ നമ്മൾ കാണണം, നല്ല മഴയാണെന്ന് വിചാരിക്കുക, മഴ ഇങ്ങനെ അപ്പം മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകരുത്, മൊബൈലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കണം. ആ ആസ്വാദനം നമ്മുടെ ബ്രെയിനിന് കുറച്ച് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ആസ്വദിക്കുന്നു. ഇനി എന്താ, നമ്മൾ പഠിക്കുന്നു, മാറ്റി വയ്ക്കുന്നു. വൺ അറ്റ് എ ടൈം. സിസ്റ്റർ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഈ മൊബൈൽ കൊണ്ടുവരരുത്. ഓക്കെ, ഒരു സമയം ഒരു കാര്യം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സൺസെറ്റ്. എന്താ ഡിജിറ്റൽ സൺസെറ്റ്? സൺസെറ്റ് അറിയാലോ, സന്ധ്യ ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു, രാവിലെ ആകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു. ഓക്കെ, ഇതേ മെത്തേഡ് ചില സമയങ്ങളിൽ ഈ ഡിജിറ്റൽ സൺസെറ്റ്, അതായത് അസ്തമയം കൊടുക്കണം, ഓഫ് ചെയ്തിടണം, അത് ഉപയോഗിക്കരുത്. സിസ്റ്റർ രണ്ട് സംഭവം പറയാവേ. ഒന്നാമത്തെ സംഭവം എന്ന് പറയുമ്പോൾ, സിസ്റ്റർ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ട്രെയിനിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരുമായിരുന്നു. അപ്പോൾ അത്രയും സമയം, ഒരു 3.5 മണിക്കൂറിലധികം ഒരമ്മയും മകളും അച്ഛനും കൂടിയുള്ള ഒരു ഫാമിലി യാത്ര ചെയ്യുമായിരുന്നേ. സാധാരണ സിസ്റ്റർ കാണുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിലാണ് കളിക്കുന്നത്.
പക്ഷെ ഇന്നും ഈ കണ്ട ദിവസങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്, നമ്മളൊക്കെ മാറി തുടങ്ങിയെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ അമ്മയുടെ കയ്യിലും മൊബൈലില്ല, മൊബൈലുണ്ട് പക്ഷേ മൊബൈൽ അത്ര നോക്കുന്നില്ല. കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈലേ ഇല്ല. ഈ കുഞ്ഞ് ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായമായിരിക്കും, പെങ്കൊച്ചാണ്. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ബുക്ക്, അമ്മയുടെ കയ്യിലൊരു ബുക്ക്. ഓക്കെ, ഒരു വായിച്ച് തളരുമ്പോൾ ഉറങ്ങുന്നു. ഇതാണ് ഇത്രയും സമയം. അതുപോലെ കഴിഞ്ഞ ആഴ്ച യാത്ര ചെയ്യുമ്പോൾ വേറൊരു 10 വയസ്സുള്ള ഒരു കുട്ടി, അമ്മയുടെ കയ്യിൽ മൊബൈലേ ഇല്ല, കുഞ്ഞിൻ്റെ കയ്യിലും ഇല്ല. ഇവർ രണ്ടുപേരും പുറത്തൊക്കെ നോക്കിയിരുന്ന് കുഞ്ഞ് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. എന്താ അമ്മേ അവിടെ കുറേ വണ്ടികൾ ഇട്ടിരിക്കുന്നത്, ദേ പുഴ, അവിടെ എന്താ ലൈൻ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അമ്മ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ അവരുടെ സെൻസസ് ഒക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആകേണ്ട സമയമാണ്. സർഗാത്മകത വളർത്തിയെടുക്കേണ്ട പ്രായമാണ്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സൺസെറ്റ് ചില സമയങ്ങളിലൊക്കെ ഓഫ് ചെയ്തിടുക. നേരത്തെ പറഞ്ഞു. ഇനി ഒരു സംഭവം കൂടി ഉണ്ട്. സിസ്റ്ററിന് അറിയാവുന്നുള്ള ഒരു കുടുംബത്തിലെ അമ്മയ്ക്ക് 4 പിള്ളേരുണ്ട്. ഓക്കെ, ആ 4 പിള്ളേരിൽ മൂത്തയാൾ വൈദികനായി, അടുത്തയാൾ സിസ്റ്ററായി, അടുത്ത 2 മക്കൾ എന്നാണെന്നറിയാമോ? അവർ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ അമ്മ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് 2 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്തിടും. എന്നിട്ട് പ്രാർത്ഥനയാണ്. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി, അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി, അച്ഛനും സിസ്റ്ററുമായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. ഇതുപോലെ അമ്മമാർക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാമല്ലോ. ഓക്കെ, നമ്മൾ പറയാറില്ലേ, അമ്മ കുടുംബത്തിൻ്റെ വിളക്കാണ്. അമ്മ നന്നായാൽ തലമുറകൾ രക്ഷപ്പെടും, മക്കൾ താന്തോന്നികളായി വളരത്തില്ല. അത് കറക്റ്റാണെന്നാണ് സിസ്റ്റർ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സൺസെറ്റ് പിടികിട്ടിയല്ലോ. ഇനി ഒരു ടെക്നിക്കും കൂടി സിസ്റ്റർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ എത്രണ്ണം പഠിച്ചു? 4 കഴിഞ്ഞു. ഇനി അടുത്തൊന്ന് ബെഡ്റൂം സ്ക്രീൻ ഫ്രീ. ഓക്കെ, ബെഡ്റൂമിൽ സ്ക്രീൻ ഫ്രീ ആയിരിക്കണം. അതായത് ലാപ്ടോപ്പ്, മൊബൈൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ബെഡ്റൂമിൽ കൊണ്ടുപോകരുത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുമ്പോൾ വേഗം നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ വീട്ടിലെ കുറച്ച് പണിക്കാർ വന്നു. ഒരു റൂം അല്ലെങ്കിൽ വീട് മൊത്തം അവർ പണിയൊക്കെ ചെയ്തു. ഓക്കെ, രാവിലെ 8 മണിക്ക് തുടങ്ങി 5 മണി വരെ ഈ ജോലിക്കാർ വന്ന് പണിയൊക്കെ ചെയ്തതിന് ശേഷം വീട് വൃത്തിയാക്കാതെ അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയോ? വൃത്തിയാക്കുന്നില്ല. തോട്ടം വൃത്തിയാക്കാൻ ഒരു ഗാർഡനർ വന്നു. പുള്ളിക്കാരൻ ചെടിയെ മുറിക്കുന്നു, വെട്ടുന്നു, നടുന്നു, കളച്ചു മറിക്കുന്നു, എല്ലാം ചെയ്തു. നമ്മൾ പണി കഴിഞ്ഞ ശേഷം പുള്ളി വൃത്തിയാക്കുന്നില്ല. എന്തായിരിക്കും സംഭവിക്കുക? ഇനി ജസ്റ്റ് ചിന്തിക്കുക. വീട്ടിലെ അടുക്കള രാവിലെ അമ്മ പണി തുടങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ലഞ്ച് ഉണ്ടാക്കി, ടിഫിൻ ഉണ്ടാക്കി, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അമ്മ വൃത്തിയാക്കുന്നില്ല, അടുക്കള വൃത്തിയാക്കുന്നില്ല. എങ്ങനെയായിരിക്കും? അതേ അവസ്ഥയാണ് ദേ ഈ തലച്ചോറിൽ സംഭവിക്കുന്നത്. അതായത് ഒരു ദിവസം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണല്ലോ, അപ്പോൾ രാസമാലിന്യം ഉണ്ടാകും. അതായത് മെറ്റാബോളിക് വേസ്റ്റ് അല്ലെ ടോക്സിൻസ് എന്ന് പറയും. ഓക്കെ, ഈ ടോക്സിൻസ് വൃത്തിയാക്കണത് എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെയാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ഒരു സിസ്റ്റം ആക്റ്റീവാക്കി ഗ്ലിംഫാറ്റിക് സിസ്റ്റം പണി തുടങ്ങുന്നു. അതായത് ശുചീകരണത്തിന് തൊഴിലാളികൾ ഇറങ്ങുന്ന പോലെ. ഇപ്പോൾ സിസ്റ്ററിൻ്റെ നാട്ടിൽ കർമ്മസേന എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്ത് വെക്കും. അവർ വന്ന് ഓരോ മാസം ആകുമ്പോൾ അതെടുത്തിട്ട് പോകും. അപ്പം ക്ലീൻ ചെയ്യുന്നു. ഇതുപോലെ ശുദ്ധീകരിക്കാനുള്ള സിസ്റ്റം ആക്റ്റീവ് ആകുന്നത് നമ്മൾ സൈലൻ്റ് ആകുമ്പോഴാണ്. ഓക്കെ, ഒരു ദിവസത്തെ പണി ആ ടോക്സിൻസ് ഒക്കെ ക്ലീൻ ആക്കണമെങ്കിൽ എൻ്റെ മക്കളെ നമ്മൾ വെറുതെ ഇരിക്കണം, സ്ക്രീൻ ഫ്രീ ആക്കിയിരിക്കണം. അപ്പോഴാണ് തലച്ചോറിൽ ഈ വേസ്റ്റ്, അതായത് ഈ ടോക്സിൻസ് ഒക്കെ മാറ്റുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം മാത്രമാണോ നമ്മൾ പണിയെടുക്കുന്നത്? രാവും പകലും പണിയെടുത്തിട്ട് വേസ്റ്റ് മാറ്റാത്ത അടുക്കള, വേസ്റ്റ് മാറ്റാത്ത വീട്, വേസ്റ്റ് മാറ്റാത്ത പൂന്തോട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടോ? അപ്പോൾ ആ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സിസ്റ്റർ ഇത്രമാത്രം ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്. പിടികിട്ടി കാണും എന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. ഇനി ഒരു പോയിന്റും കൂടി, ബോറടിക്കുക. സാധാരണ കുഞ്ഞുങ്ങൾ പറയാറില്ലേ, അമ്മയെ ബോറടിക്കുന്നു, ബോറടിച്ചിട്ട് വയ്യ. മക്കളെ എൻജോയ് യുവർ ബോറിങ്. വെറുതെ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ പരീക്ഷണശാലകളിലല്ല, മറിച്ച് വെറുതെ ഇരുന്നപ്പോഴാണ്. വെറുതെ എല്ലാം മാറ്റി വെച്ചിട്ട് വെറുതെ ഇരിക്കുക. ഈ വെറുതെ ഇരിക്കുമ്പോൾ വിചാരിക്കുക നമ്മുടെ ബ്രെയിൻ റിലാക്സ് ചെയ്യുവാണ്, വിശ്രമിക്കുകയാണ്. പാവം, കഷ്ടപ്പെടുത്തരുത്. രാവും പകലും അധ്വാനിച്ചാൽ തളർന്നു പോകും. മക്കളെ വെറുതെ ഇരിക്കുക. അത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ രക്ഷപ്പെട്ടു. ഒന്നും കയ്യിലൊന്നും വേണ്ട. ചിലവരെ കണ്ടിട്ടുണ്ടോ, ഇച്ചിരി ഫ്രീ കിട്ടിയാൽ ഉടനെ നമ്മൾ എടുക്കും. അങ്ങനെ എടുക്കാതെ വെറുതെ പർപ്പസ്ഫുള്ളി ശ്രമിച്ചു നോക്കിയാൽ വെറുതെ ഇരിക്കുക. വെറുതെ പുറത്ത് നോക്കുക, കാഴ്ചകൾ കാണുക.
ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇതിന് അടിമയാകില്ല. അല്ലെങ്കിൽ ഈ 6 ഇഞ്ച് സ്ക്രീൻ നമ്മുടെ സമയം അപഹരിക്കും. ഈ സൂപ്പർ പവറുള്ള ഈ തലച്ചോറ് എന്തിന് ഈ 6 ഇഞ്ച് സ്ക്രീനുള്ള മൊബൈലിന് അടിയറ വയ്ക്കുന്നു? ഓക്കെ, അപ്പം നമ്മുടെ തലച്ചോറൊന്ന് ഹൈജാക്ക് ചെയ്യപ്പെടരുത്, ലഹരി കൊടുക്കുന്നത് പോലെ ആകരുത്. അപ്പോൾ വിവേകത്തോടെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ പ്രാക്ടിക്കൽ ടിപ്പല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? ചെയ്യാവോ? ശ്രമിക്കാവോ? സിസ്റ്റർ ശ്രമിക്കും. നിങ്ങൾ ശ്രമിക്കുമെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. മക്കളെ, അപ്പോൾ സിസ്റ്റർ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കൺക്ലൂഡ് ചെയ്യുവാണേ. ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് സിസ്റ്റർ സംസാരിച്ചത് മൊബൈലിനെ പറ്റിയാണ്. മൊബൈൽ വിവേകത്തോടെ ഉപയോഗിക്കേണ്ട ചില പ്രാക്ടിക്കൽ ടിപ്സാണ് മക്കൾക്ക് സിസ്റ്റർ എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അപഹരിക്കുന്ന ഒരു സാധനമാണിത്. മൊബൈൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമുണ്ട്. എന്നാൽ അത് സൂക്ഷ്മതയോടെ, ഒരു സർജൻ്റെ കയ്യിൽ കത്തി കിട്ടിയാൽ എത്രമാത്രം ഉപകരിക്കും അതുപോലെ പവറുള്ള സാധനമാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആളുടെ മനസ്ഥിതി, ഉദ്ദേശശുദ്ധി പോലെ ഇരിക്കും അതിൻ്റെ ഗുണവും ദോഷവും. ഓക്കെ, അത് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ടിപ്സായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ പേപ്പർ വെച്ച് സിസ്റ്റർ പറഞ്ഞ എന്താണ്? തിങ്ക് എന്നുള്ള മെത്തേഡ് നിങ്ങളൊന്ന് ഓർത്തേക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂത്ത്ഫുൾ ആണോ? ഒരു സാധനം കാണുമ്പോൾ ഇത്രയും സമയം നമുക്ക് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അത് സത്യമാണോ? പ്രത്യേകിച്ച് ഫോർവേഡ് ചെയ്യുമ്പോൾ മക്കളെ, നിങ്ങൾ മറ്റൊരാളെ വിഷമിപ്പിക്കുന്നത് ഒന്നും ഫോർവേഡ് ചെയ്യരുത്. ദുഃഖം കൊണ്ടുവരുന്ന, സന്തോഷിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന, ഉണർവ് കൊടുക്കുന്നത് വേണം നമ്മൾ ഫോർവേഡ് ചെയ്യാൻ, കേട്ടോ. കരയിപ്പിക്കുന്നതൊന്നും ഫോർവേഡ് ചെയ്യരുത്. അപ്പോൾ ട്രൂത്ത്ഫുൾ ആണോ? അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഫോർവേഡ് ചെയ്യുന്ന ആൾ അത് സഹായിക്കോ? മീൻസ് എന്താ? ഇൻസ്പയറിങ്, പ്രചോദിപ്പിക്കുന്നതാണോ? പിന്നെ എന്താണ്? നെസസറി ആണോ? കൈൻഡ് ആണോ? ദയവുള്ളതാണോ? ഓക്കെ, ഇത് നോക്കിയിട്ടൊന്ന് ചിന്തിച്ചിട്ട് വേണം ഫോർവേഡ് ചെയ്യാനും ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും. ഓക്കെ, രണ്ടാമത് എന്താ പറഞ്ഞത്? അൺഫോളോ ചെയ്യാം. നമുക്ക് സങ്കടം കൊണ്ടുവന്ന നെഗറ്റിവിറ്റി ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന വ്യക്തികളാകാം, ആപ്ലിക്കേഷൻസ് ആകാം, അതിനെയൊക്കെ അൺഫോളോ ചെയ്യണം, ഫോളോ ചെയ്യരുത്. ഓക്കെ, മൂന്നാമത്തത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സൈലൻറ്റിലിടണം. അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ അപഹരിക്കും. ഓക്കെ, പിന്നെ അത് കാണാതെ നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എല്ലാ ഫോൺ കോളും വിളിക്കുന്ന ഉടനെ തന്നെ പോയി അറ്റൻഡ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ പോയി അറ്റൻഡ് ചെയ്യണം എന്നതില്ല. ഓക്കെ, ആവശ്യത്തിന്, നമുക്കറിയാമല്ലോ, ആവശ്യത്തിന് അത് ഉപയോഗിക്കുക, അത് നമ്മളെ ഭരിക്കരുത്. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞു? ഒരു സമയം ഒരു കാര്യം. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിക്കണം. പ്രകൃതിയെ നോക്കുകയാണെങ്കിൽ അത് തന്നെ ശ്രദ്ധിച്ച് ആസ്വദിക്കണം. ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. ഇനി എന്താ സിസ്റ്റർ പറഞ്ഞു തന്നെ? ഡിജിറ്റൽ സൺസെറ്റ്, അസ്തമയം. ഓക്കെ, വീട്ടിലെ എല്ലാ ഡിജിറ്റൽ സിസ്റ്റത്തിനും ഒരു അസ്തമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെ അല്ലേ? അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഓഫ് ചെയ്ത് ഇടുക. അത്രയും ബുദ്ധിമുട്ടുള്ളവർ 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 മണിക്കൂർ അങ്ങനെ ഇട്ട് ശീലമാകുമ്പം പിന്നെ നമ്മുടെ ലൈഫ് നമുക്ക് തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിന് അഡിക്റ്റായി മാറില്ല. പിന്നെ എന്ത് പറഞ്ഞു തന്നു? ബെഡ്റൂം സ്ക്രീൻ ഫ്രീ ആയിരിക്കണം. ഡിജിറ്റൽ സിസ്റ്റം ഒന്നും കൊണ്ട് ബെഡ്റൂമിൽ കയറരുത്. അതിൻ്റെ പുറം വരെ ആകി ഒരു മാർജിനൊക്കെ വരയ്ക്കുക. അപ്പം കുറച്ചുകൂടി നമ്മൾ ലൈഫ് സെറ്റാകും. ലാസ്റ്റ് പറഞ്ഞു തന്ന പോയിന്റ് എന്താ? വെറുതെ ഇരിക്കുന്നത് നോക്കി, വെറുതെ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ റിലാക്സ് ആക്കും. ഓക്കെ, കുറച്ചുകൂടി ചെയ്യാനുള്ള ഒരു ത്വര കൊണ്ടുവരും. രാസമാലിന്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ബ്രെയിൻ നല്ല ക്യൂട്ടാവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാം. ശ്രദ്ധയുള്ളവരാകാം, ഫോക്കസ്ഡ് ആയിട്ടുള്ളവരായി മാറാം. ഓക്കെ, പിന്നെ മാത്രമല്ല, ഇതിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം തന്നെ പടിപടിയായിട്ട് മെച്ചപ്പെടുത്താം. സാഹചര്യങ്ങൾ ഉപയോഗിച്ച്, നമ്മുടെ ക്രിയാത്മകത ഉപയോഗിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളായി മാറട്ടെ. അങ്ങനെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെയും സന്തോഷിപ്പിക്കട്ടെ. കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമുള്ള മക്കളായി മാറട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.